വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളത്തെ ശേഷമാണ് ഒരു ലോങ് വീഡിയോ നല്ലൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ സമയം കിട്ടിപ്പിടുത്തുന്നുള്ളൂ. എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ഞാൻ ഓഫീസിലേക്ക് എത്തി. എല്ലാ ദിവസവും എനിക്ക് ഒരുപോലെ അല്ലായിരിക്കും കേട്ടോ. ചില ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമായിരിക്കും, ചില ദിവസം ഭയങ്കര കൂളായിട്ടുള്ള ദിവസമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി ടൈം കിട്ടിയത് കാരണം ഇന്നൊരു വ്ളോഗ് പോലെ എടുത്തു. അങ്ങനെ ഓഫീസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും പറ്റുന്നത്രയും ഞാൻ ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ Q&A ഇട്ടപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് ഡെയിലി വ്ളോഗൊക്കെ ഇടുന്നു. പക്ഷേ ഡെയിലി എനിക്ക് അങ്ങനെ ഇടാനായിട്ട് പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ രാവിലത്തെ ടാസ്കൊക്കെ ഒരുവിധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കുറച്ച് തിരക്കായിരിക്കും, കാരണം കുറച്ചധികം ടാസ്ക് രാവിലത്തേക്ക് ഉണ്ടാവാറുണ്ട്. അത് എൻ്റെ ഡെയിലി ടാസ്കിൽ വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു മോർണിംഗ് തന്നെ അതങ്ങോട്ട് തീർത്ത് വെച്ചാൽ എനിക്ക് പിന്നെ ധൃതി വേണ്ട. അപ്പോൾ വന്നപ്പോൾ തന്നെ അതൊരു റുട്ടീൻ പോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊളീഗ്സ് എത്തിയിട്ടില്ല, അവരും കൂടി വന്നു കഴിയുമ്പോൾ നല്ല രസവും വേണ്ടിയും പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനുണ്ടായി, പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ടായി. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രിൻ്റർ കണക്ട് ചെയ്യണം. അവിടെ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാറില്ല, ആവശ്യം വരുമ്പോഴാണ് കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുക്കാനായിട്ട് നിന്നപ്പോൾ എൻ്റെ അപ്പുറത്തെ ഓഫീസിലെ ഓഫീസ് മേറ്റ്സ് വന്നു. ആളുടെ ബോട്ടിലിൻ്റെ കഥയാണ് പറഞ്ഞത്. അങ്ങനെ ആ ഓഫീസിൽ തന്നെ അടുത്ത ഓഫീസ് മേറ്റ്സും വന്നു. അടിപൊളിയാട്ടോ, അവർ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. അപ്പോൾ അവർ വന്ന് പോയി. ഞാൻ പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്തു, ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് തിരക്കിട്ട് ആ ഒരു മോർണിംഗ് ടാസ്കൊക്കെ ഞാൻ ഒരുവിധം ഇങ്ങനെ പയ്യെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഒരു കൊളീഗ് എത്തി, ആൾ വന്നു, രണ്ടാമത്തെ കൊളീഗ് എത്തി. അങ്ങനെ ഞങ്ങൾ വർക്കിലേക്ക് ഇടുന്നു. അങ്ങനെ അവർ വന്നു കഴിയുമ്പോൾ പിന്നെ മിണ്ടിയും പറഞ്ഞു കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഈ ഒരു വിക്സ് കൈൻഡ് ഓഫ് ഒരു മിഠായി കഴിച്ചു. അപ്പോൾ അവർക്ക് ഞാൻ വേറൊരു മിഠായി വാങ്ങിയിട്ടുണ്ടായി, അതും കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വർക്ക് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒപ്പം വർക്കും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഈ 2 കൊളീഗ്സും തമ്മിൽ കണ്ട അടിയാണ് 2 പേരും. അപ്പോൾ അവരെന്തൊക്കെയോ കത്തി വയ്ക്കുകയും വെള്ളം ഉണ്ടാക്കുകയും ചെയ്യേ. അപ്പോഴത്തേക്കൊക്കെ ഒരു ഉച്ചയായി വന്നിട്ടുണ്ട്. ഒന്ന് ലേറ്റായിട്ടൊന്ന് ഫ്രൈഡേ ആയിരുന്നു. ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവർക്ക് 2 പേർക്കൊന്ന് ഫുഡ് വാങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് വാങ്ങി. അപ്പോൾ അത് വാങ്ങാൻ പോയപ്പോഴാണ് ഞങ്ങളുടെ ഓഫീസ് മേറ്റ്സിനെ പിന്നെ മീറ്റ് ചെയ്തു. ദെൻ പുറത്തുനിന്നാണ് കേട്ടോ അവർ ഫുഡ് വാങ്ങി. അപ്പം ഞാനും കൂടെ പോയി. അങ്ങനെ പുറത്ത് കുറച്ച് ഉള്ളിലേക്ക് നടക്കണമായിരുന്നു. അങ്ങനെ നടന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു ഉച്ച ടൈമായിരുന്നു, ഒരു 1:30-2 മണി ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നു, ഫുഡ് വാങ്ങാനായിട്ട് എത്തി. ത്രോട്ട് ഇൻഫെക്ഷനും അതുപോലെ മൂക്കടപ്പുമായത് കാരണം കേട്ടോ ഇടയ്ക്ക് എൻ്റെ ശ്വാസം ഭയങ്കരമായിട്ട് എടുക്കണേ. അതൊന്ന് ഇഗ്നോർ ചെയ്യാം. കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായി അവിടെ. അപ്പോൾ അവിടെ സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലോണം ലേറ്റായിട്ടുണ്ടായി. അപ്പോൾ സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പാഴ്സൽ കിട്ടി, ബാക്ക് ടു ഓഫീസ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഒരു 2-2:15 മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇടയ്ക്ക് ലേറ്റാവും, ഇടയ്ക്ക് വളരെ നേരത്തെ ഇരിക്കും. അപ്പോൾ ആള് നൂഡിൽസാണ് വാങ്ങിയത്, മറ്റേ ആൾ ഫ്രൈഡ് റൈസും. ആൾക്ക് നൂഡിൽസ് സ്പൂണൊന്നും ഇല്ലാത്തതാണ്, കൈകൊണ്ട് തിന്നാൻ ഭയങ്കര ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ ഓൺ ചെയ്തത് കാരണം അതിൻ്റെ മടിയും ഉണ്ടായി. അങ്ങനെ
ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവർ കണ്ടായി തല്ല് പിടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവഴി ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് എൻ്റർ ചെയ്യേ. ബേസ്മെൻറ്റിലെ ഫുഡ് കഴിക്കണേ. അങ്ങനെ ഓഫീസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ബാക്ക് ടു വർക്ക്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലോറ്. അപ്പോൾ എൻ്റർ ചെയ്തു, കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിരുന്നു. ദെൻ വർക്കിലേക്ക് ഇങ്ങനെ കിടക്കുക. അപ്പോൾ അപ്പോഴേക്കും ഒരു 3 മണി ഒക്കെ ആവാറായിട്ടുണ്ടായി. അപ്പോൾ ആളുടെ പഴയ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സ്റ്റോറി ടെല്ലിങ് കേട്ടോ. ആളുടെ സ്റ്റോറീസൊക്കെ കേൾക്കാൻ നല്ല രസവും, നാട്ടിലെ കഥയും കോളേജിലെ കഥയും ഒക്കെ. പിന്നെ എന്താ വർക്കായിരുന്നു, വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈവനിങ് ആയി. പിന്നെ ഇവർ നാട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ സെപ്പറേറ്റ് സമയത്ത് ഇറങ്ങാറ്. അങ്ങനെ ഉബറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കെ ഉബർ വന്നു. ദെൻ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോണത്. പിന്നെ ഇന്നങ്ങനെ ബ്ലോക്ക് ഉണ്ടായില്ല റോട്ടിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം നേരം ഞങ്ങൾക്ക് റോട്ടിൽ എന്താ പറയുക നിൽക്കേണ്ടി വന്നില്ല. മെട്രോ സ്റ്റേഷനിലെത്തി. എന്താ പറയുക ടിക്കറ്റ് എടുക്കാനായിട്ട് പോയേന്. അപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ്, ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക്, ഒരാൾ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു. അപ്പോൾ പകുതിക്ക് വെച്ച് ഞങ്ങൾ സ്പ്ലിറ്റായി. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷൻ എത്താറായി. സ്റ്റേഷനെത്തി. ആളുടെ വീട്ടിലേക്കും പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. എല്ലാ ദിവസവും ഒരുപോലെ അല്ല കേട്ടോ. പല ദിവസവും പല റുട്ടീനും പല ടാസ്കും ആയിരിക്കും. അപ്പോൾ ഐ വിൽ ട്രൈ ടു അപ്ലോഡ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.